പ്രീണന രാഷ്ട്രീയത്തിനും സർക്കാർ അവഗണനയ്ക്കും നീതി നിഷേധത്തിനുമെതിരെ പ്രതിഷേധവുമായി താമരശ്ശേരി രൂപത. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ക്രൈസ്തവ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രതിരോധിക്കാൻ ഉള്ള നിയമ നടപടി ഒരു പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കി എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടേലും ഇല്ലേലും അങ്ങനെ ഒരു ചങ്കൂറ്റം കാണിച്ച ആ പഞ്ചായത്ത് ഭരണസമിതിയെ അഭിവാദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേവലം 427 പഞ്ചായത്തുകളാണ് ഈ വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകള്. ആ പഞ്ചായത്തുകളിലെ ഭരണസമിതികൾക്കെല്ലാം സമാനമായ ഒരു തന്റേടം കാണിക്കാൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സമ്മതിക്കുന്നില്ല, കസ്തൂരി രംഗൻ സമ്മതിക്കുന്നില്ല, മാധവ് ഗാഡ്ഗിൽ സമ്മതിക്കുന്നില്ല, അവര് സമ്മതിക്കുന്നില്ല, ഇവര് സമ്മതിക്കുന്നില്ല എന്നുള്ള നിലവിളി കേട്ട് ഈ മലയോര ജനതയ്ക്ക് മടുത്തു. ഇനി നിങ്ങളുടെ ആരുടെയും സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് അല്ലയോ ഉത്തരവാദപ്പെട്ട വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വീണ്ടും അവസാനമായി ലഹരിക്കെതിരായി കേരള സർക്കാർ നടത്തുന്ന വലിയ സമരങ്ങളെ, അതുപോലെ പോരാട്ടങ്ങളെ, ലഹരി വേട്ടകളെ ഈ സമ്മേളനം സർവാത്മന പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വളരുന്ന തലമുറയില് ഒരു കുഞ്ഞുപോലും ലഹരിക്ക് അടിപ്പെട്ടു പോകരുത്. ലഹരി കൊടുത്ത് മയക്കി കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോവുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന മാഫിയാകൾ ഇന്നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കാൻ ജാതിയുടെയോ മതത്തിന്റെയോ മറ ആരും ഉപയോഗിക്കാൻ പാടില്ല. ലഹരി ഉപയോഗിക്കുന്നവൻ ആരാണ് എങ്കിലും അവൻ ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന രാജ്യദ്രോഹിയാണ്. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ, അങ്ങനെ നമ്മുടെ വളരുന്ന തലമുറകൾക്ക് സംരക്ഷണമൊരുക്കുവാൻ സർക്കാർ ഏതറ്റം വരെയും പോയി എടുക്കുന്ന നടപടികളെ നമ്മൾ പിന്തുണയ്ക്കുമെന്ന് മാത്രമല്ല, ഈ ലഹരിയുടെ വിതരണം നമ്മുടെ പള്ളിക്കൂടങ്ങളുടെ പരിസരങ്ങളിലോ നമ്മുടെ കുടുംബങ്ങളിലേക്കോ കടന്നു വരാതിരിക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ജാഗ്രതയോടെ കാവൽ നിൽക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അതൊരു അവകാശ പ്രഖ്യാപനമാണ്. ലഹരിയുടെ സ്പർശമില്ലാതെ ജീവിക്കാൻ പോരുന്ന അവകാശം ഞങ്ങൾക്കുണ്ട്. ആ അവകാശം ഞങ്ങൾ വിനിയോഗിക്കുക തന്നെ ചെയ്യും എന്നുള്ള സത്യം ഈ സമ്മേളനം നടക്കുമ്പോൾ മുനമ്പത്ത് കഷ്ടത അനുഭവിക്കുന്ന നാനാജാതി മതസ്ഥരായ ആ മുനമ്പം നിവാസികളെ ഓർക്കാതെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത് കൃത്യവിലോപമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മുനമ്പം നിവാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന വിൺവാക്കുകൾ കേട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ അവകാശം ന്യായമായ കാര്യമാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഭൂമിയിൽ റവന്യൂ അവകാശം നിങ്ങൾക്ക് ഉറപ്പുവരുന്നതുവരെയും, അല്ലയോ മുനമ്പം നിവാസികളെ, നിങ്ങളോടൊത്ത് ഈ മലയോര ജനത ഒറ്റക്കെട്ടായിട്ടുണ്ടാകും. ആ റവന്യൂ അവകാശം നിങ്ങൾക്ക് രേഖാമൂലം കിട്ടുന്നതുവരെയും ഈ സമരത്തിൽ നിന്ന് ഒരു ചുവട് പോലും നിങ്ങൾ പിന്നോട്ട് മാറരുത്. നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ മുതലക്കുളത്ത് സമ്മേളിച്ചത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹാസമ്മേളനം മലയോര ജനതയുടെ അവകാശങ്ങളുടെ ഉണർത്തുഭാഗത്താകട്ടെ എന്ന ആശംസയോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഭാരത്.
കത്തോലിക്ക സഭയോടുള്ള അവഗണന തുടർന്നാൽ സഭ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ക്രൈസ്തവർക്ക് അസാധ്യമല്ല. വഖഫ് ബില്ലിന് സഭയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നും ജോസഫ് പാംബ്ലാനി പറയുന്നു. ബില്ല് അപരാധമായും അബദ്ധമായും ചിത്രീകരിച്ചു. മുഖ്യമന്ത്രിയെ വിശ്വസിച്ചാണ് ജെ.ബി. കോശി കമ്മീഷന് പരാതി നൽകിയത്. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ജോസഫ് പാംബ്ലാനി അവകാശ പ്രഖ്യാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾ പ്രത്യക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതിന് പകരം മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നീതിയും സത്യവും ഉണർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്ന നിലപാടാണ് നാളിതുവരെയും സ്വീകരിച്ചത് എങ്കിൽ ആ നിലപാട് പാഴായി പോകുന്ന നിലപാടാണെന്നോ ആ നിലപാട് അടിസ്ഥാന ശൂന്യമാണോ എന്ന് ഈ സമുദായത്തിന് തോന്നിത്തുടങ്ങിയാൽ, അല്ലയോ രാഷ്ട്രീയ കക്ഷികളെ, നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റായി കരുതിയ ഈ സമുദായത്തിന്റെ വോട്ട് നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ ക്രൈസ്തവ സമുദായത്തിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യം പോലുമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പള്ളിയിലച്ചന്മാര് പറഞ്ഞാല്, മെത്രാനച്ചന്മാര് പറഞ്ഞാല് ആരും കേൾക്കില്ല എന്ന് വായ്ത്താരി പോലെ പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, നിങ്ങൾക്ക് കണ്ണുണ്ട് എങ്കിൽ ഈ മുതലക്കോടം മൈതാനിയിലേക്ക് വാ, എന്നിട്ട് കാണ്. ഒരു പിതാവ് പറഞ്ഞാൽ അവിടുത്തെ ജനം എത്ര കണ്ട് ഗൗരവബുദ്ധിയ അതിനോട് പ്രതികരിക്കുമെന്ന് അതിന് സാക്ഷ്യമായിട്ടാണ് പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഇവിടെ ഒരു മനസ്സോടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നത്.